കനത്ത മഴയിൽ സംസ്ഥാനത്ത് വ്യാപക നാശം. കൊച്ചിയിലും തിരുവനന്തപുരത്തും വിവിധയിടങ്ങളിൽ വെള്ളം കയറി. ആലപ്പുഴ ഹരിപ്പാട് 68കാരനെ മരിച്ച നിലയിൽ കണ്ടെത്തി. ഉച്ചയ്ക്ക് ശേഷം പെയ്ത കനത്ത മഴയാണ് കൊച്ചി നഗരത്തെ വീണ്ടും ദുരിതത്തിലാക്കിയത്. കനത്ത മഴയിൽ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വെള്ളം കയറി. കളമശ്ശേരി മൂലേപ്പാടം, VR തങ്കപ്പൻ റോഡ്, ഇൻഫോ പാർക്ക് എന്നിവിടങ്ങളിലാണ് വെള്ളം കയറിയത്. കാക്കനാട് പടമുകളിൽ ചുറ്റുമതിൽ തകർന്ന് കാർ വെള്ളക്കെട്ടിലേക്ക് മറഞ്ഞു. നായരമ്പലം മംഗലശ്ശേരിയിൽ വീടിന് മുകളിൽ തെങ്ങു വീണു. തിരുവനന്തപുരം നഗരത്തിലെ ചാലയിലും തമ്പാനൂരും പഴവങ്ങാടിയിലും കണ്ണമ്മൂല പുത്തൻപാലത്തും വെള്ളം കയറി. ചേപ്പാട് മുട്ടം സ്വദേശി ദിവാകരനെയാണ് വീടിന് സമീപത്തെ വെള്ളക്കെട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കനത്ത മഴയിൽ ആലപ്പുഴ തൊണ്ടൻകുളങ്ങര മേഖലയിൽ റോഡിലും വീടുകളിലും വെള്ളം കയറിയതിനെ തുടർന്ന് നാട്ടുകാർ പ്രതിസന്ധിയിലായി. കായംകുളത്ത് ശക്തമായ മഴയിൽ വീട് തകർന്നു. കായംകുളം പുല്ലുകുളങ്ങര സ്വദേശി മധുവിന്റെ വീടാണ് തകർന്നത്. ചെങ്ങന്നൂർ കോടുകുളഞ്ഞി JM ഹൈസ്കൂളിന് സമീപം മണ്ണിടിഞ്ഞു. ശക്തമായ മഴയിൽ കൊല്ലം മുണ്ടയ്ക്കൽ തറവട്ടം പ്രദേശങ്ങളിലെ വീടുകളിൽ വെള്ളം കയറി. കൊല്ലം പോരുവഴിയിൽ മരം കടപുഴകി കാറിനും വീടിനും മുകളിൽ പതിച്ചു. കനത്ത കാറ്റിൽ എടത്തുവ തലവടി സ്വദേശി മണിയുടെ വീടിന്റെ മേൽക്കുര പറന്നുപോയി. കാഴ്ചക്കുറവുള്ള ഇദ്ദേഹം വീട്ടിൽ നിന്ന് ഇറങ്ങിയോടിയതിനാൽ അപായം ഒഴിവായി. ചെങ്ങന്നൂർ ഭാഗത്തും വ്യാപക നാശനഷ്ടമാണ് ഉണ്ടായത്. മാന്നാർ ആയുർവേദ ആശുപത്രിയിൽ വെള്ളം കയറിയതോടെ പ്രവർത്തനം നിലച്ചു. കോട്ടയത്തും ആലപ്പുഴയിലും 17 വീതം ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.